Hi guys, welcome back to our YouTube channel. രണ്ടാള് ഞാൻ രാവിലെ ഉറങ്ങാത്ത കോലം, കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. ഇവൻ ഉറങ്ങി എണീച്ച കോലം. രണ്ടാളും അത്ര നല്ല ഭംഗിയിലൊന്നല്ല ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റൂല, കാരണം ഇത് റൊട്ടീൻ അല്ല നമ്മുടെ, അല്ലേ? ചുമ്മാ ഒരു മോർണിംഗ് വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ച്. മെയിൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഫസ്റ്റ് ടൈം വെതർ സ്പൂണിലെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാം. അപ്പം ഞാൻ ഇതിന് മുന്നേ വെതർ സ്പൂണിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പം അന്നേരമൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നോട്ട് ചെയ്യലുണ്ട്. കാണുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ട്രൈ ചെയ്തിട്ടില്ല. കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, വൈ നോട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, കഴിച്ചു നോക്കാം. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ടും വെതർ സ്പൂണിൽ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷെ വെതർ സ്പൂണിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇന്ന് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടാ, ഇത് നോർമലി വെക്ക്, നേരെ വെക്ക്. പിന്നെ എന്തുകൊണ്ടാണ് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വെച്ചാൽ, അങ്ങനെ കഴിക്കാറേ ഇല്ലല്ലോ നമ്മൾ. എവിടെയെങ്കിലും പോകുമ്പോൾ പോലും പാക്ക് ചെയ്ത് എടുത്തിട്ട് പോയിട്ടാണ് കഴിക്കല്. പക്ഷെ ഇന്ന് നമ്മൾ വീട് മാറാന്ന്, നമ്മളിപ്പോൾ 1 year ആയിട്ട് നിൽക്കുന്ന ഈ ഒരു റൂം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറാന്ന്. അപ്പം അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ്, എടാ നീ വീണ്ടും കൊണ്ട് ചെരിച്ചെടുക്കുന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗെറ്റ്. ഓക്കെ, നമ്മൾ വിട്ടുന്ന ആകെ 2 മിനിറ്റ് ഉള്ളൂ വെതർ സ്പൂണിലേക്ക്. ഇവിടെ 2 വെതർ സ്പൂൺ ഉണ്ട്, ഒന്ന് ചെറുതും ഒന്ന് ഭയങ്കര വലുതും. എവിടെ നമ്മൾ പോകാൻ പോകുന്നത്? ഏത് വെതർ സ്പൂണിലാണ് പോകുന്നത്? ചെറുതാണ് കുറച്ചും കൂടെ അടുത്ത്. അപ്പം നമ്മൾ ചെറുതിലേക്കാണ് പോകുന്നത്. ഒരു 2 മിനിറ്റ്. പക്ഷെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ബെല്ലേൻ്റെ ബാക്ക് തന്നെ ഇത് നോക്കി. കരയുന്നില്ല, നിന്നെക്കാളും സ്നേഹമുണ്ട് അതിന് എന്നോട്, സത്യം. നമ്മളിവിടെ എത്തി. എന്ത് മേടിക്കും? ഇവിടെ ടീ അൺലിമിറ്റഡ് അല്ലേ? ടീ ആൻഡ് കോഫി ഒക്കെ, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ അൺലിമിറ്റഡ് ആണ്. സോറി, ഹോട്ട് ഡ്രിങ്ക്സ്. എന്ന് ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ബോധമൊക്കെ പോയിട്ടുള്ളത്. എനിക്കൊരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെ മഷ്റൂം ആഡ് ചെയ്യണം, 2 മഷ്റൂംസ് ആഡ് ചെയ്യണം, പിന്നെ 2 ടൊമാറ്റോ ഹാഫ്സും കൂടെ. വിഷ്ണുവിന് ഏതാ വേണമെന്ന് പറഞ്ഞാൽ, വിഷ്ണു സ്മോൾ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ് മേടിക്കുന്നത്. ഫ്രൈഡ് എഗ്, ഹാഷ് ബ്രൗണ്, ബേക്കൺ, സോസേജ്, പാൻ കേക്ക്, സിറപ്പ്, ഇത്രയും സാധനങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ ഡ്രിങ്കും. മഷ്റൂമും വേറെ എന്തൊക്കെ ആഡ് ചെയ്യണ്ടേ? ടൊമാറ്റോ ഹൗസാ. നമ്മൾ ആപ്പിൽ ഓർഡർ ചെയ്യുന്നത്, വേണമെങ്കിൽ നമുക്ക് കൗണ്ടറിൽ പോയിട്ടും പറയാം. പക്ഷെ ആപ്പാണ് സുഖം, അല്ലേ? നമുക്ക് കോഫിയുടെ കപ്പ് കിട്ടി, ഇത് റീഫിൽ ചെയ്യാം. വിഷ്ണു വെതർ സ്പൂണിൽ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലേ വിഷ്ണു? ഞാൻ മേടിക്കലുണ്ട്, ഞാൻ ഹോട്ട് ചോക്ലേറ്റും ഒക്കെ മേടിക്കലുണ്ട്. കാരണം ഞാൻ വേറെ ഒന്നും മേടിക്കുന്നില്ലല്ലോ. പക്ഷെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അല്ലേ വിഷ്ണു? അതെ, മാത്രം മതി. എസ്പ്രസ്സോ അല്ലേ? കഫേ. എനിക്കറിയില്ല എസ്പ്രസ്സോ മാത്രം ഇങ്ങനെ കുടിക്കുന്ന മനുഷ്യന്മാരെന്ന്. ദൈവമേ. ഓക്കെ, ലൈക്ക് കാപ്പുച്ചിനോ. ഇതിലെത്ര ഷുഗർ വേണോ നിനക്ക്? ഞാനൊരു ഐഡിയ പറയട്ടെ. എസ്പ്രസ്സോൻ്റെ അകത്ത് കുറച്ച് ഹോട്ട് മിൽക്ക് ഇടുക. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വിഷ്ണു ഇത് കുടിക്കുന്നുണ്ട് എന്നാണ് വിഷ്ണു പറയുന്നത്. ബട്ട് ഐ വോണ്ട് ബിലീവ്. എനിക്കിതിന് അത്ര വിശ്വാസമില്ല. ഇടയ്ക്ക് വിഷ്ണുവിനൊരു പഠിപ്പുണ്ട്.
എന്താ കുടിച്ചു തീർത്താ? നീ അവിടെ എവിടെയെങ്കിലും കളഞ്ഞാ? ഞാനിതിൽ കുറേ ചോക്ലേറ്റ് പൗഡറൊക്കെ സ്പ്രെഡ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഭംഗിയായിട്ടില്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബേക്കൺ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ്. പാൻകേക്കിൻ്റെ അകത്ത് ബേക്കണോ? മാപ്പിൾ സിറപ്പ് ഇട്ടിട്ടല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ ബേക്കൺ എങ്ങനെ കഴിക്കുന്നു? ബേക്കൺ മാറ്റി വെക്കും. ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന പോലെ ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. കരിഞ്ഞ മഷ്റൂം നീ കഴിച്ചോ? നിനക്കുണ്ടായ മഷ്റൂം? മെക്കടിയിൽ ഹാഷ് ബ്രൗണ്ട് അത്ര ടേസ്റ്റ് ഇല്ല. കുറച്ച് മുട്ട, ഫിനിഷായി. ഇത് നിത്യേൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടതാ. ഞാൻ പൊതുവേ ഈ സാധനത്തിന് അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല. വിഷ്ണുവിന് ഓൾറെഡി ഉണ്ട്, അത് വിഷ്ണു ഫിനിഷ് ചെയ്തു. എൻ്റെത് ഞാൻ പയ്യെ കഴിക്കും ആസ്വദിച്ചിട്ട്. ഒരു ബ്രെഡ് ഞാൻ കഴിച്ചു. ഇതിൻ്റെ ലാർജ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 2 മുട്ട, 2 സോസേജ്, 3 ഹാഷ് ബ്രൗണ്, പിന്നെ എല്ലാം ഈരണ്ടെണ്ണം വെച്ചിട്ട്. ഒരെണ്ണം വെച്ച് തന്നെ ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന. ഇതും അടിപൊളിയാട്ടോ. ഇതെനിക്ക് വേറെ എവിടെ നിന്ന് കഴിച്ചിട്ട് ബേക്ക്ഡ് ബീൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അനുവാട്ടിന് എപ്പോഴും പറയലുണ്ട് ബേക്ക്ഡ് ബീൻസ് അടിപൊളിയാണ്, മെക്ഡിയിലെ ബേക്ക്ഡ് ബീൻസ്. പക്ഷേങ്കിൽ മെക്ഡിയിൽ ഇപ്പോൾ ബേക്ക്ഡ് ബീൻസ് ഇല്ലാന്ന് തോന്നല്ല, ഉണ്ട്. പക്ഷേ പഴയ ടേസ്റ്റ് ഇല്ലയെന്നോ അങ്ങനെ എന്തോ ഏട്ടൻ പറഞ്ഞു. പക്ഷേ ഈ ബേക്ക്ഡ് ബീൻസ് അടിപൊളിയാണ്. വിഷ്ണുവിൻ്റെയോ? വിഷ്ണു എല്ലാം കഴിച്ചു. എനിക്ക് ബേക്ക്ഡ് ബീൻസ് ഉണ്ടായില്ല, എനിക്ക് ഇഷ്ടമല്ല. എന്ത് ബേക്ക്ഡ് ബീൻസ് ഇഷ്ടമല്ല വിഷ്ണു? പക്ഷേ എനിക്കും പേഴ്സണലി ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. എന്ത് ഈ രാവിലെ തന്നെ ഇവന്മാരെങ്ങനെ ബിയർ അടിക്കണതാണ്? അതും 19 വയസ്സിന് മേലുള്ള ടീമാണ്. മറ്റേ ഫ്രെയിം ഉന്തിക്കൊണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റും അല്ല, ഇവര് ബിയറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തല കറങ്ങില്ലേ? ഓൾറെഡി കറങ്ങിയിട്ടാണ് അവര് നടക്കുന്നത്. രാവിലെ തന്നെ ആലോചിക്കുമ്പോ എന്തോ. നമുക്ക് ഈസ്ബോണിന്റെ മാപ്പ് നോക്കാലോ. അവിടെ വാ. ഞാൻ ഇതുവരെ ഈസ്ബോണിനെ പറ്റിയിട്ട് ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല വിഷ്ണു. അതിപ്പം മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയാണല്ലോ നമ്മുടെ അവസ്ഥ. ഗൈസ്, ഇതാ നമ്മുടെ ഈസ്ബോണിന്റെ മാപ്പ്. യു ആർ ഹിയർ. ഇതെല്ലാം കടൽ. ഇതൊക്കെ മെയിൻ കടല്, ടൂറിസ്റ്റ് ഏരിയ ആണ്. നമ്മളിപ്പോൾ വീട് മാറാൻ പോണത് ഈ സൈഡായിട്ട് വരും അല്ലേ? ശരിക്കും ഈസ്ബോൺ പേരിന്റെ ഈ ഒരു ഏരിയയിലായിട്ട് വരും. കടൽ കാണാം, പിയറും കാണാം. ഇനി ഫുള്ള് ബീച്ച് സൈഡില് മോർണിംഗ് ജോഗിങ്ങാ പോണേ വിഷ്ണു അല്ലേ? സമ്മറിലാണ് ഇവിടെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഭേദമായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അതാ ഇങ്ങോട്ടാണ് 7 സിസ്റ്റേഴ്സ് ഒക്കെ. ഇങ്ങോട്ട് 7 സിസ്റ്റേഴ്സ്, ഇങ്ങോട്ട് ഹാർബർ. ഇവിടെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ അപ്പട്ടൻ ഗാർഡൻ. ഇതാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ തൊട്ടിപ്പുറത്ത്. ഇവിടെ നിന്ന് നമ്മൾ ഇവിടത്തേക്ക് മാറി.
ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഇതാണ് വിഷ്ണുവിൻ്റെ ഹോസ്പിറ്റൽ. ഇതിവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ സ്ഥലം ഇവിടെ ഇങ്ങോട്ടാണ് എൻ്റെ സ്ഥലം അല്ലേ? അതെ. വിഷ്ണു പറയാണ് ഇതാണ് ഒരു യൂട്യൂബ് വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. ഇതിൽ രാവിലെ എന്ന് പറഞ്ഞിട്ട് ഇടാനുള്ളൂ, മോർണിംഗ് സീൻ എന്ന് പറഞ്ഞിട്ട് ഇടാൻ ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് സീനൊന്നുമില്ല. വീടില്ല, കാരണം വീട് പകുതി മുക്കാൽ ഭാഗം ഒഴിച്ചിട്ടാണ് ഉള്ളത്. ഞാൻ മാറുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കിയിട്ട് വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാന്ന് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ഇതിലാണ് ഞാൻ എടുത്തത്. സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് ഷിഫ്റ്റ് ആവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം. എനിക്ക് ഇവിടെ UK വന്ന് താമസിച്ചതിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റുഡിയോ ആണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. എനിക്കങ്ങനെ വീടുകൾ മാറുമ്പം ചില വീടുകൾ മാറുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം നമുക്ക് അവിടെ ഒട്ടും നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും താല്പര്യമില്ലാത്ത സ്ഥലവുമായിരിക്കും. അതിൻ്റെ ചിലപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ, മാറാൻ വിഷമം. എനിക്കെന്തോ ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഈസ്റ്റ് ബോണിൻ്റെ സെൻട്രലിലാണെങ്കിലും ടൂറിസ്റ്റേഴ്സ് ആ ഒരു സമ്മറിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ ഭയങ്കര പീസ്ഫുള്ളാണ്. എനിക്ക് വർക്കിന് പോകാൻ അടുത്താണ്, വിഷ്ണുവിന് വർക്കിന് പോകാൻ അടുത്താണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, ഒരു ബസ് സ്റ്റോപ്പ്, പുറത്തുള്ള ആ ഒരു റോഡും അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. പക്ഷെങ്കിൽ എന്തോ എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ എൻ്റെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ കുറച്ചൊരു ഹാപ്പി മോഡായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചു. വിഷ്ണുവിന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിഷ്ണുവിന് വിഷമമുണ്ടോ? അങ്ങനെയാണ്, അത് അങ്ങനത്തെ ഒരു വികാരവും അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു സന്തോഷമാണോ, സങ്കടമാണോ, വിഷമം, ദേഷ്യം ഒന്നുമില്ല, ന്യൂട്രൽ. അതിൻ്റെ ഒരു 50% എനിക്ക് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരി ഗായ്സ്, നമുക്ക് കുറേ പണിയുണ്ട്. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തെ ഫുഡ് ഫ്രിഡ്ജിലുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ചോറും പരിപ്പ് കറിയും മുട്ടയും ഉണ്ട് ഉച്ചക്ക് കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇങ്ങനെ ഡെയിലി വ്ളോഗ് പോലെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടാ. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആരും കമൻ്റ് ഒന്നും ഇടാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം, ആരും ഇടാറുമില്ല. ബട്ട് സ്റ്റിൽ എന്താണ്, എനിക്ക് പേഴ്സണലായിട്ടെങ്കിലും പറയാം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടോ എന്ന്. ഓക്കെ ബൈ. അതും ഒരു വികാരമില്ല. ഞാൻ വിഷ്ണു പറയുന്ന പോലെ പറയാം ബൈ. അതും എനിക്ക് ചിരി വരുന്നു മുഖത്ത്. ബൈ. ഓക്കെ ബൈ.